പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൻഹാകാലത്തിലെ 3-ാം ആഴ്ച. ഇന്നത്തെ സുവിശേഷം ആരാണ് ദൈവം എന്നുള്ളത് ഈശ്വരാന്വേഷിയായ മനുഷ്യന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമാണ്. ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, അന്വേഷിച്ചുകൊണ്ടിരുന്നു ദൈവത്തെ കണ്ടെത്താൻ. പക്ഷെ ആർക്കും പൂർണ്ണമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയാലേ അത് സാധ്യമാകും. ആ ഒരു വെളിപ്പെടുത്തലാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുക. മോശസ് ആ ദൈവത്തെ അന്വേഷിച്ചു പോയി സീനാമലയിൽ കയറിയെങ്കിലും അവിടെ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടു, സ്വരം കേട്ടു, ദൈവത്തെ കാണാൻ സാധിച്ചില്ല. യഹൂദ ജനത്തിന് ചില പ്രവർത്തകരിൽ കൂടി ദൈവത്തിൻ്റെ ആ പ്രത്യേകത മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു വിധത്തിൽ അവർക്ക് ആദ്യം കാണുന്നത് അങ്ങ് അകലെ ഇരുന്നു കൊണ്ട് മനുഷ്യരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം, അതേസമയം അവൻ്റെ ആവശ്യങ്ങളിൽ ഓടി വന്ന് അവനെ സഹായിക്കുന്ന മറ്റൊരു ദൈവം, അതാണ് യഹോവ. കടൽ മുറിച്ച് കടക്കാനും മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ കണലേകാനും ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും എല്ലാറ്റിനും കൂടെ നിൽക്കുന്നവനാണ് ദൈവം. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് തങ്ങളെ രക്ഷിക്കുന്നവനാണ് ദൈവം എന്നവർ ഗാഢമായി വിശ്വസിച്ചിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആരെന്ന് ആദ്യം പിതാവ് തന്നെ വെളിപ്പെടുത്തുന്ന രംഗമുണ്ട്. കർത്താവിൻ്റെ മാമോദീസായുടെ വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിനെ ദൈവപുത്രൻ എന്ന പിതാവായി ദൈവം തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ജനങ്ങൾ, പുതിയ നിയമത്തിലെ ജനങ്ങൾ കർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരുന്നു. അവിടുന്ന് പ്രവർത്തിച്ച ഓരോ അത്ഭുതവും ഓരോ പ്രവർത്തനവും ദൈവത്തിൻ്റെ പ്രത്യേകത എടുത്തു കാണിക്കുന്നതാണ്. അവിടുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായി, സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി കൊടുക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ, പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കാൻ, ഇടയനാണെന്ന് കാണിച്ചു കൊടുക്കാൻ എല്ലാം അവിടത്തേക്ക് കഴിഞ്ഞു. എല്ലാറ്റുപരിയായിട്ട് മരണത്തെ പരാജയപ്പെടുത്തുകയാണ് ഉത്ഥാനം വഴി. ഓരോ മനുഷ്യനോടും പറയുന്നുണ്ട്, മരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നോക്കിയാൽ കാണുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവിടെ നിങ്ങളെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. ആ കൂട്ടിക്കൊണ്ടുപോകലാണ് മരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കർത്താവ് മനുഷ്യന് ആശ്വാസം പകരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിലും മരണത്തിലും ഒരേപോലെ മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹനിധിയായ ഒരു പിതാവിനെയാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുക. അതാണ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യേശു ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ആ കർത്താവ് സ്വയം വെളിപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരായി മാറുക, അവിടുത്തെ കൈപിടിച്ച് നടക്കുക, ഹൃദയ കവാടം അവർക്ക് വേണ്ടി അവിടത്തേക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. അങ്ങനെ ദൈവത്തോടു കൂടി ആയിരിക്കാൻ ഈ ദനഹക്കാലം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.